വൺ റോട്ടൺ ആപ്പിൾ സ്പോയിൽസ് ദ ഹോൾ ബാരൽ എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. ഒരു കൂടയിലെ ചീഞ്ഞ ഒരാപ്പിൾ ആ കൂടയിലുള്ള മൊത്തം ആപ്പിളിനെയും ചീഞ്ഞതാക്കുന്നു എന്നുള്ളതാണ്. റാഫി പട്ടാമ്പി എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഈ തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം ജനിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിന് പറ്റിയ പേര് എന്തെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ സായിപ്പിന്റെ ഈ പറച്ചില് ശ്രദ്ധയിൽപ്പെട്ടത്. ഏതായാലും മുസ്ലിം സമൂഹം ഇവിടെ നന്ദഗോവിന്ദൻ ഭജൻസ് എന്ന ആ പരിപാടിയിൽ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടില്ല. അതൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഭജനയായിട്ട് മാറിയിരിക്കുന്നു. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഇവരെ വിളിച്ച് ഭജന നടത്തുന്നു. ധാരാളം സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുക്കുന്നു. ഇദ്ദേഹം പറയുന്നത് പുരുഷന്മാർ പങ്കെടുക്കുന്നത് സ്ത്രീകൾക്ക് ഇതിൽ ആവേശം ജനിച്ചതുകൊണ്ട് അവരെ കൊണ്ടുവരണമല്ലോ എന്നുള്ളത് കൊണ്ട് പുരുഷന്മാരും വരുന്നു എന്നൊക്കെയാണ്. പക്ഷേ ക്ഷേത്രത്തിലെ വിശ്വാസവും ഭജനയും ഭക്തിയും ഒക്കെ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഹിന്ദുക്കളുടെ ഇടയിൽ എന്നുള്ളതൊരു വസ്തുതയാണ്. ശബരിമല ക്ഷേത്രത്തിൽ ഇത്രയും കൊള്ളയും പിടിച്ചുപറിയും ഒക്കെ നടന്നിട്ടും അവിടെ വരുന്ന ഭക്തരുടെ ജനത്തിരക്കിന് കുറവില്ല, അവിടെ വരുന്ന വരുമാനത്തിനും കുറവില്ല. ഇപ്പൊ ഹൈന്ദവ ഭക്തിയെ ഇനി ഈ തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് ആ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടോ ഒന്നും നശിപ്പിക്കാൻ പറ്റില്ല എന്ന് റാഫി പട്ടാമ്പി മനസ്സിലാക്കണം. ഇത് യൂണിഫോമിലൂടെ മാത്രമല്ല അല്ലാതെയും ഭക്തിയിലൂടെ ഫാസിസം വരുന്നു എന്നാണ് പറയുന്നത്. ഫാസിസത്തിന്റെ ഡെഫിനേഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. താങ്കൾ വിശ്വസിക്കുന്ന മതത്തിലല്ലേ ഒരു മതത്തിന്റെ പേരിൽ അതിലെ വിശ്വാസികളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെടുന്നത്? അതല്ലേ ഫാസിസം? അപ്പൊ ചെളിക്കുണ്ടിൽ മൊത്തത്തിൽ കുളിച്ചു നിൽക്കുന്ന താങ്കൾ മുണ്ടിൻ്റെ അറ്റത്ത് ഒരല്പം ചെളി പറ്റിയിരിക്കുന്നവനെ ആക്ഷേപിക്കുന്നത് പോലെയല്ലേ താങ്കളുടെ ഈ പ്രവൃത്തി? ഇതൊന്നും കണ്ട് കണ്ണുകടി ഉണ്ടാകണ്ട, ഇതൊന്നും കണ്ട് വിരളുകയും പേടിക്കുകയും വേണ്ട. ഇതൊന്നും ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ ഉള്ളൊരു പരിപാടിയേ അല്ല. ഇതൊക്കെ ഹിന്ദുക്കൾ അവരുടെ ഭക്തി പാരവശ്യത്താൽ നടത്തുന്ന പരിപാടികൾ. ഈ തരത്തിലുള്ള പരിപാടികൾ അവർ ആകൃഷ്ടരാകും, അത് സ്വാഭാവികം, അതാർക്കും എതിരല്ല. ഇനി ഇതിൻ്റെ ക്രെഡിറ്റ് കൂടി നിങ്ങൾ RSSന് നൽകുന്നതിൽ ഒരു RSSകാരനായി എനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ഇതും RSSന്റെ പരിപാടി എന്ന് വരുമ്പോൾ ഈ രാജ്യത്തെ ഹിന്ദുക്കളെ ആകർഷിക്കുന്ന കാര്യത്തിൽ, അതിന് തക്ക പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ RSS വളരെ മികച്ചൊരു പ്രസ്ഥാനമാണെന്നുള്ള താങ്കളുടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. താങ്ക്സ് എ ലോട്ട്.